ഒരിക്കൽ ഒരു കൂട്ടം കഴുകന്മാർ ഒരു ദ്വീപിലേക്ക് പറന്നെത്തി. ആ സമുദ്രത്തിന്റെ നടുഭാഗത്തിലായിട്ടായിരുന്നു ആ ദ്വീപ് സ്ഥിതി ചെയ്തിരുന്നത്. ആ ദ്വീപില് ധാരാളം മീനുകളും തവളകളും സമുദ്രജീവികളൊക്കെ വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കഴുകന്മാർക്ക് ആഹാരത്തിന് യാതൊരു മുട്ടും ഉണ്ടായിരുന്നില്ല. വേറെ ഒരു നല്ല കാര്യം എന്തെന്നാൽ ആ കഴുകന്മാരെ വേട്ടയാടാൻ തക്ക വിധമുള്ള ഒരു വന്യജീവിയും അവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ കഴുകന്മാരുടെ അവിടുത്തെ ജീവിതം വളരെ സന്തോഷകരമായിരുന്നു. അവർ ഇതുവരെ ഇതുപോലെ വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു സ്ഥലം ജീവിതത്തിൽ കണ്ടെത്തിയിട്ടില്ലായിരുന്നു. അതായിരുന്നു പരമാർത്ഥമെന്ന് പറയുന്നത്. കഴുകന്മാരിൽ ഭൂരിഭാഗം പേരും വളരെ ചെറുപ്പക്കാരുമായിരുന്നു. അവർ എല്ലാവരും ചേർന്ന് ജീവിതത്തിന്റെ ബാക്കി മൊത്തം ആ ദ്വീപിൽ തന്നെ കഴിച്ചുകൂട്ടാൻ തീരുമാനിച്ചു. കാരണം അത്രയ്ക്കും സുഖപ്രദമായ മറ്റൊരിടം അവർക്ക് ഇതുവരെ മറ്റെവിടെയും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അത്രയ്ക്ക് നല്ല ഒരു വാസസ്ഥലമായിരുന്നു അവർക്കവിടം. പക്ഷേ അവിടെ അവർക്കപ്പോൾ ഒരു വയസ്സനായ കഴുകനും ഉണ്ടായിരുന്നു. വയസ്സൻ കഴുകൻ വളരെ ബുദ്ധിമാനും ഒക്കെ ആയിരുന്നു. തൻ്റെ കൂടെയുള്ള മറ്റ് കഴുകന്മാരെല്ലാം വളരെ സുഖപ്രദമായിട്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ദ്വീപിൽ കഴിയുന്നത് കണ്ടപ്പോൾ വയസ്സൻ കഴുകന് വളരെ വിഷമിക്കാൻ തുടങ്ങി. വയസ്സൻ കഴുകൻ ചിന്തിച്ചു, എൻ്റെ കൂടെയുള്ളവർ എല്ലാം വളരെ സുഖപ്രദമായ ജീവിതമാണ് ഇപ്പോൾ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും അവർക്കൊരു വിഷമകരമായ സ്ഥിതിയെ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ അത് അവരെ കൊണ്ട് ഒരിക്കലും അതിജീവിക്കാൻ കഴിയാതെ വരും. എന്താണ് യഥാർത്ഥ ജീവിതമെന്ന് അവർ മനസ്സിലാക്കാതെ പോകുമോ? ഇവിടെ യാതൊരുവിധ പ്രതിബന്ധങ്ങളും അവർക്ക് നേരിടേണ്ടി വരുന്നില്ല. ഒരുപക്ഷെ വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥ അവർ നേരിടേണ്ടി വന്നാൽ അവർ എങ്ങനെ അതിനെയൊക്കെ അതിജീവിക്കും? ഈ ചിന്തകളെല്ലാം മനസ്സിൽ കടന്നുകൂടിയതിനു ശേഷം വയസ്സൻ കഴുകൻ തൻ്റെ കൂടെയുള്ള എല്ലാ കഴുകന്മാരെയും ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി. വയസ്സൻ കഴുകൻ അവൻ്റെ മനസ്സിലെ വ്യാകുലത മറ്റുള്ളവരെ ബോധിപ്പിച്ചു. ഇപ്പോൾ ഒരുപാട് നാളുകളായിട്ട് നമ്മൾ ഈ ദ്വീപിൽ തന്നെ ജീവിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, നമ്മൾ എവിടെയാണോ മുന്നേ താമസിച്ചിരുന്നത് അവിടേക്ക് തന്നെ ഇപ്പോൾ മടങ്ങിപ്പോകേണ്ട സമയമായെന്നാണ്. ഇവിടെ നമ്മൾ ജീവിക്കുന്നത് യാതൊരു പ്രതിബന്ധങ്ങളും നേരിടാതെയാണ്. ഒരു വിഷമകരമായിട്ടുള്ള അവസ്ഥ വന്നാൽ നമ്മൾ അതിനെ നേരിടാൻ തയ്യാറായിട്ടിരിക്കണം. നമ്മൾ ഇതുവരെ ഒരു പ്രശ്നത്തെ നേരിടാൻ പഠിച്ചിട്ട് പോലുമില്ല. എന്നാൽ ചെറുപ്പക്കാരായ കഴുകന്മാർ അവൻ്റെ വാക്കുകൾ ചെവിക്കൊണ്ടില്ല. അവർ വിചാരിച്ചു ഇയാൾക്ക് പ്രായമായതിൻ്റെ പ്രശ്നങ്ങളാണ് എന്നാണ്. അതാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അവർ ആ ദ്വീപ് വിടണം എന്ന വയസ്സൻ കഴുകൻ്റെ ആവശ്യം നിരാകരിച്ചു. വയസ്സൻ കഴുകൻ കാര്യത്തിൻ്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്തുകൊണ്ടാണ് നിങ്ങൾ ഞാൻ പറയുന്നത് മുഖവിലക്കെടുക്കാത്തത്? നമ്മളിവിടെ അധിക കാലം ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മളെല്ലാവരും അധിക ദൂരം പറക്കാൻ മടിയുള്ളവരായിട്ട് മാറും. അത്രയ്ക്ക് സുഖമാണല്ലോ ഇവിടെ. ഈ ഒരു അവസ്ഥയിൽ ഒരു പ്രശ്നം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ പറയുന്നത് കേൾക്കൂ, എൻ്റെ ഒപ്പം ദയവായി എല്ലാവരും മരണം. ഇതൊക്കെ പറഞ്ഞിട്ടും ആരും തന്നെ വയസ്സൻ കഴുകനെ ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. അവസാനം ആ വയസ്സൻ കഴുകൻ അവിടെ നിന്ന് പറന്ന് അകന്നു. അതിനുശേഷം കുറേ നാളുകൾ കടന്നുപോയി. അപ്പോൾ വയസ്സൻ കഴുകൻ ചിന്തിച്ചു, തൻ്റെ ദ്വീപിൽ ഒപ്പം ഉണ്ടായിരുന്ന മറ്റുള്ള കഴുകന്മാരെ പോയി കണ്ടു കളഞ്ഞേക്കാന്ന്. അങ്ങനെ അവൻ ആ ദ്വീപിലേക്ക് ലക്ഷ്യമാക്കി പറന്നു. അവൻ ദ്വീപിലെത്തിച്ചേർന്നു. പക്ഷേ വയസ്സൻ കഴുകന് അവിടെ കാണാനായത് അന്ന് താൻ ഇവിടെ വിടുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു അവസ്ഥയായിരുന്നില്ല. ദ്വീപ് ഒത്തിരി മാറിപ്പോയിരുന്നു. അവിടെ മുഴുവൻ കഴുകന്മാരുടെ ജഡങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. മിക്കവരും മുറിവേറ്റ് രക്തം ചൊരിഞ്ഞ അവസ്ഥയിൽ കിടക്കുന്നു. വയസ്സൻ കഴുകൻ ഇത് കണ്ട് ആശ്ചര്യപ്പെട്ടു. അവൻ അവിടെ മുറിവേറ്റ് കിടന്ന ഒരു കഴുകനോട് കാര്യം തിരക്കി. എങ്ങനെയാണ് എല്ലാവരും ഈ അവസ്ഥയിലെത്തിയത്? അപ്പോൾ മുറിവേറ്റ കഴുകൻ പറഞ്ഞു, താങ്കൾ ഇവിടെ നിന്ന് പോയതിനു ശേഷം ഞങ്ങളിവിടെ സന്തോഷത്തോടെ കഴിയുകയായിരുന്നു. എന്നാൽ ഒരു വലിയ കപ്പൽ ഇവിടെ വന്ന് നങ്കൂരമിട്ടു. ആ കപ്പലിൽ മുഴുവൻ വന്യമൃഗങ്ങളായിരുന്നു. ആ കപ്പലിലുള്ളവർ ഈ ദ്വീപിനെ ആ വന്യമൃഗങ്ങളുടെ വാസസ്ഥലമാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആ വന്യമൃഗങ്ങളെ ഇവിടെ തുറന്നു വിട്ടിട്ട് പോയി അവർ. ആദ്യമൊന്നും ആ വന്യമൃഗങ്ങൾ ഞങ്ങളെ ഒന്നും ചെയ്തിരുന്നില്ല. എന്നാൽ കുറേ ദിവസങ്ങൾക്ക് ശേഷം ആ വന്യമൃഗങ്ങൾ ഒരു സത്യം മനസ്സിലാക്കി. ഞങ്ങൾക്ക് പറക്കാൻ കഴിയില്ല. ആ കാര്യം ഞങ്ങൾ മറന്നുപോയി എന്ന്. കാരണം ഞങ്ങളുടെ ചിറകുകൾ അപ്പോൾ അത്രയ്ക്ക് ബലഹീനമായിരുന്നു. ഞങ്ങൾക്ക് ആ സമയം ആരെയും ആക്രമിക്കാനോ തടുക്കാനോ ഉള്ള ബലം അപ്പോൾ ഉണ്ടായിരുന്നില്ല. അത് മനസ്സിലാക്കിയ അവറ്റകൾ ഞങ്ങളെ ഓരോരുത്തരായിട്ട് കൊന്നെടുക്കുവാൻ ആരംഭിച്ചു. അവർ ഞങ്ങളെ ഭക്ഷണമാക്കി. അങ്ങനെയാണ് ഞങ്ങൾ ഈ അവസ്ഥയിലെത്തിയത്. ഒരുപക്ഷെ ഞങ്ങൾ അങ്ങയെ കേൾക്കാതെ ഇരുന്നത് കൊണ്ടാകാം ഞങ്ങൾ ഈ അവസ്ഥയിലെത്തിയത്. നമ്മുടെ ജീവിതത്തിലായാലും ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതം വളരെ സുഖപ്രദമാകാറുണ്ട്. നമ്മൾ ആ സുഖജീവിതത്തിൽ നിന്ന് പുറത്തു വരുവാൻ ഒരിക്കലും കൂട്ടാക്കാറുമില്ല. കാരണം
ഈ സുഖപ്രദമായ സമയം നമ്മൾക്ക് നൽകുന്നത് സുരക്ഷയും മനസ്സിന് വളരെ സന്തോഷവുമൊക്കെ ആയിരിക്കും. എന്നാൽ വസ്തുത എന്നത് ഈ കംഫർട്ട് സോൺ അഥവാ സുരക്ഷിതമായിട്ടുള്ള ഇടം ഒരു സൈക്കോളജിക്കൽ സ്റ്റേജാണ്. അതായത് മനുഷ്യൻ സുഖം മാത്രം അനുഭവിക്കുന്ന അവസ്ഥ. എന്തുകൊണ്ടെന്നാൽ ഈ ഒരു കംഫർട്ട് സോണിൽ മനുഷ്യൻ ഒരിക്കലും പരീക്ഷിക്കപ്പെടുന്നില്ല. ഈ കംഫർട്ട് സോണിൽ ഇരിക്കുമ്പോൾ മനുഷ്യൻ ഒരിക്കലും ഒരു പുതിയ അവസ്ഥയെ നേരിടുന്നില്ല. അതായത് ഒരു ചലഞ്ചസിനെയും മനുഷ്യൻ നേരിടുന്നില്ല എന്നർത്ഥം. അവർ എപ്പോഴും അവർക്ക് പരിചിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ഇങ്ങനെ ആഗ്രഹിക്കും. അവർക്ക് പരിചിതമായിട്ടുള്ള പരിതസ്ഥിതിയിൽ മാത്രമാണ് അവർക്ക് നിയന്ത്രണമുള്ളത് എന്ന് അവർക്ക് ഫീൽ ചെയ്യും. അവരുടെ കംഫർട്ട് സോണിന് പുറത്തുള്ള കാര്യങ്ങളെല്ലാം അവരിലൊരു അനിശ്ചിതത്വം ഉണ്ടാക്കും. ഈ അനിശ്ചിതത്വം അവരിലൊരു ഉത്കണ്ഠ നിറയ്ക്കും. ഈ അവസ്ഥയെ അവരുടെ കംഫർട്ട് സോണിൽ നിന്നും പുറത്തു കിടക്കുന്നതിൽ നിന്നും അവരെ പിന്നോട്ട് വലിക്കും. പക്ഷേ എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ട ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ ഈ കംഫർട്ട് സോൺ നിങ്ങളുടെ വ്യക്തിപരമായ വളർച്ചയാണ് ബാധിക്കുന്നത്. നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്നും അധികമൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല നിങ്ങളുടെ കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ട്. അതായത് നിങ്ങൾ ആ കംഫർട്ട് സോണിലായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കണ്ടെത്താനുള്ള, അതായത് ആ സത്യം എന്താണെന്ന് അറിയാൻ സാധിക്കില്ല. കംഫർട്ട് സോൺ നിങ്ങളെ മാനസികമായിട്ട് തളർത്തും. പ്രതിബന്ധങ്ങൾക്കെതിരെ പോരാടാനുള്ള നിങ്ങളുടെ ശക്തിയെ അത് നശിപ്പിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും കംഫർട്ട് സോണിലായിരിക്കാനുള്ള ശീലം നിങ്ങൾ ഉപേക്ഷിക്കണം. മറിച്ച് നിങ്ങൾ നിങ്ങളോട് തന്നെ ചലഞ്ച് ചെയ്യുക. എപ്പോഴും പ്രശ്നങ്ങളെ നേരിടാൻ തയ്യാറായിരിക്കുക. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ എപ്പോഴൊക്കെയാണോ ചലഞ്ചസിനെ നേരിടാൻ തയ്യാറാവുന്നത് അപ്പോഴെല്ലാം നിങ്ങൾ മുന്നോട്ട് മാത്രമായിരിക്കും കുതിക്കുക.